കേരളത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ള 10 കോഴ്സുകൾ, തൊഴിൽ സാധ്യത ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്പർ 1 BSc നഴ്സിംഗ് ആണ്. നഴ്സിംഗ് കോഴ്സിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. സയൻസ് ഗ്രൂപ്പ് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് BSc നഴ്സിംഗ് പഠിക്കാം. അല്ല, കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനായിട്ട് ജനറൽ നഴ്സിംഗ് GNM ഉണ്ട്, ANM ഉണ്ട്, അതുപോലെ തന്നെ വയോവൃദ്ധരായിട്ടുള്ള ആൾക്കാരെ നോക്കാനുള്ള ജീറിയാട്രിക്സ് കോഴ്സുകളെല്ലാം തന്നെയുണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്തസ്സോടുകൂടി ജോലി വാങ്ങിച്ച് നമുക്ക് നാട്ടിലാണെങ്കിലും അല്ല നമുക്ക് വിദേശത്ത് പോവുകയാണെങ്കിലും എല്ലാം തന്നെ നല്ല 100% നമുക്ക് ജോബ് അഷ്വർ ചെയ്യുന്ന ഒന്നാണ് BSc നഴ്സിംഗ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ പലതരത്തിലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നല്ല ഒരു ജോലി ഗവൺമെന്റിൽ തന്നെ കയറി പറ്റാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. അപ്പൊ അത് കണ്ടക്ട് ചെയ്യുന്നത് കെൽട്രോൺ ആയിരിക്കാം, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി LBSന്റെ പലതരത്തിലുള്ള കേരള സർക്കാരിന്റെ തന്നെ സ്ഥാപനങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള കോഴ്സുകളാണ് സെക്കൻഡ് നമ്പർ 2 എന്ന് പറയാനുള്ളത്. മൂന്നാമത്തെ കോഴ്സ് വളരെ ഗംഭീരമായിട്ടുള്ള കോഴ്സാണ്. ഹോട്ടൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കോഴ്സാണ്. പലപ്പോഴും ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് എന്നൊക്കെ പറയുമ്പോൾ പരസ്യങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ് മൂന്നാറിലുള്ള കാറ്ററിംഗ് കോളേജ് അല്ലേ, അതുപോലെ വയനാട്, അങ്ങനെയുള്ള നല്ല ജോഗ്രഫിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഈ തരത്തിലുള്ള ബ്യൂട്ടിഫുൾ കോഴ്സസ് ഉണ്ട്. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് കേരളത്തിൽ എവിടെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ സാലറി കിട്ടും. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയും 7 സ്റ്റാർ ഹോട്ടലിലേക്കും ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2.5 ലക്ഷം രൂപ സാലറിയാണ് അവർക്കൊക്കെ. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അവർക്ക് എല്ലാം അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ്, അക്കോമഡേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുകയാണ്. നാലാമത്തെ ഒരു കോഴ്സാണ് BTTM, ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. കേരളത്തിൽ തന്നെ അനന്ത സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ട്രാവലിംഗ് ആൻഡ് ടൂറിസം എന്ന് പറയുന്ന മേഖല. ഇവിടെ നമുക്കറിയാം വളരെ തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഹൈഡ് ഔട്ട് പ്ലേസുകളുണ്ട്. നമ്മൾ വെറുതെ പറയുന്ന കുറെ വർക്കല അല്ലെങ്കിൽ അതിരപ്പള്ളി എന്നുള്ള ഒരു സ്ഥിരം ഡയലോഗ് അല്ലാതെ തന്നെ പല ഹൈഡ് ഔട്ട് ഹിഡൻ പ്ലേസുകളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതെല്ലാം തന്നെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാവലിംഗ് ആൻഡ് ടൂറിസം എന്ന് പറയുന്ന മേഖല തന്നെ അനന്ത സാധ്യതകൾ ഉള്ളതാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ 5ാമത്തെ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സാണ്. സാധാരണ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോഴ്സ് അല്ലാതെ തന്നെ റെയർ ആയിട്ടുള്ള കുറെ കോഴ്സ് ഉണ്ട്. ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഉദാഹരണം പറയാണ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പഠിക്കണം ഒരു കുട്ടിക്ക് ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കേണ്ടത്. പക്ഷെ ബാംഗ്ലൂർ നോക്കി കഴിഞ്ഞപ്പോൾ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് അവിടെ ഇല്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക, റെയർ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ടെക്നോളജി, പിന്നെ എഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു സാധ്യതകൾ എഞ്ചിനീയറിംഗ് ലെവലിൽ കയറിപ്പറ്റാം. ഡയറി ടെക്നോളജി അല്ലേ, അതായത് ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ പാലുൽപ്പന്നങ്ങൾ, ഇഷ്ടം പോലെ പാലുൽപ്പന്നങ്ങൾ നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി 6ാമത്തെ കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. നമുക്കറിയാം ബാങ്കിൽ കയറണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IBPS എന്ന് പറയുന്ന എക്സാം എഴുതും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോച്ചിങ്ങിനൊക്കെ നമ്മൾ പോയിട്ട് ബാങ്കിങ് മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മളൊരു പ്രൊബേറ്ററി ഓഫീസർ ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PO പ്രൊബേറ്ററി ഓഫീസറിനുള്ള സാലറി 44,000 ആണ്. ഇനി 7ാമത്തെ ബക്കറ്റ് ലിസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് കോഴ്സുകളാണ്. നമുക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CA, അതുപോലെ CMA, ACCA, ഇനി കമ്പനി സെക്രട്ടറി CS, ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ പഠനത്തോടൊപ്പം നമുക്ക് ആഡ് ഓൺ കോഴ്സായിട്ട് വരെ പഠിച്ച് നമുക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ ലെവലിലേക്ക് പോകാനായിട്ട് പറ്റും. എനിക്കറിയാവുന്നൊരു സാറുണ്ട്, ആളുടെ മകള് ഹൈഹുണ്ടായി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്.
CMA തൃശ്ശൂർ കോച്ചിങ് സെന്ററിൽ പഠിച്ചതാണ്. കുട്ടിക്ക് 1.5 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. എട്ടാമത്തെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സുകളാണ്. നമുക്കറിയാം ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന കോഴ്സുകൾ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുഡുമായി ബന്ധപ്പെട്ട് ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഭക്ഷണം കഴിച്ച് ഈ പറയുന്ന രോഗങ്ങൾ പലതുണ്ടാവും അല്ലേ. നമ്മൾ അതിനെ പറയും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതചര്യ രോഗങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച് പഠിക്കാനും അതിനെ അനലൈസ് ചെയ്യാനും ഒരു പേഴ്സണിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ച് ഡയറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് കൊണ്ട് പറ്റും. 9th കോഴ്സ് എന്ന് പറയുന്നത് ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ജേർണലിസം കോഴ്സാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടില് എല്ലാവരും TV ഓൺ ചെയ്തിട്ട് നമ്മൾ ന്യൂസ് ചാനൽ കാണുന്ന ആൾക്കാർ അല്ലേ. നമ്മൾ പുറത്തിറങ്ങിയ ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലും പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഈ പറയുന്ന വാർത്താ ചാനലുകളുണ്ട്. ഇനി പഠിക്കാനായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ബാച്ചിലർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം മാനേജ്മെന്റ്, BMCJ എന്നാണ് കോഴ്സിന്റെ പേര്. ബാച്ചിലർ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, BMCJ. ഇങ്ങനെയുള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജേർണലിസം രംഗത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് റൈറ്റർ ആയിട്ട് പോകാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചാനലുകൾ, ന്യൂസ് ചാനലുകളാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതുപോലെ പത്രങ്ങളിലാണെന്ന് വെച്ചാലും മാഗസിൻസിലായാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള കോഴ്സാണ് ഈ 9th കോഴ്സ്. ഇനി ലാസ്റ്റ് വൺ ഇൻ മൈ ബക്കറ്റ് 10th വൺ ഈസ് ഫാർമസി. നമുക്കറിയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഡിഗ്രി പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, കൗൺസിലാണ്, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, PCI. അതിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ തൂക്കിയിട്ടുണ്ടാവും ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് ഇല്ലേ. അങ്ങനെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഒരു സംരംഭകരാവാൻ തന്നെ പറ്റും. അപ്പൊ ഈ 10 തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാം. നാട്ടിൽ തന്നെ വിദേശത്ത് ജോലി ഉണ്ടെങ്കിൽ പോലും നാട്ടിലും നമുക്ക് ഈക്വലി പ്രയോജനപ്പെടുന്ന കോഴ്സുകളാണ് 10 കോഴ്സുകൾ. അപ്പൊ എല്ലാവർക്കും 10 കോഴ്സുകളെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞത് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ദെൻ, ഓൾ ദി ബെസ്റ്റ്.